Hi everyone, I'm Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. ഡൽഹിയിലാണ് സംഭവം. കുക്ക് പാചകക്കാരൻ ബീറ്റൻ ടു ഡെത്ത് മർദ്ദനമേറ്റ് മരണപ്പെട്ടു. ഡൽഹിയിൽ ഒരു പാചകക്കാരൻ മർദ്ദനമേറ്റ് മരണപ്പെട്ടു. അയൺ റോഡ് ഇരുമ്പ് ദണ്ട്. ഷൗഡ് ഷവ് എന്നാൽ അർത്ഥം തള്ളുക എന്നുള്ള അർത്ഥമാണ്. ഷൗഡ് തള്ളിക്കയറ്റി. ഇൻ പ്രൈവറ്റ് പാർട്ട് സ്വകാര്യ ഭാഗത്ത് ഇരുമ്പ് ദണ്ട് തള്ളിക്കയറ്റി. അയൺ റോഡ് എന്നാൽ ഇരുമ്പ് ദണ്ട്. ഇൻസൈഡ് ബസ്സിനുള്ളിൽ വച്ചാണ് സംഭവം. ഓവർ സ്പിൽഡ് ഫുഡ്. സ്പിൽ എന്നാൽ അർത്ഥം തുളുമ്പുക, പതിയുക, ഇതൊക്കെയാണ് അർത്ഥം. ഫുഡ് ഭക്ഷണം ബസ്സിൽ വീണു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കത്തെ തുടർന്നാണ് ഇദ്ദേഹം മർദ്ദനമേറ്റ് മരണപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ഭാഗത്ത് ഇരുമ്പ് ദണ്ട് തള്ളിക്കയറ്റി. ന്യൂഡൽഹി. എ കുക്ക് ഒരു പാചകക്കാരൻ വാസ് ബീറ്റൺ ടു ഡെത്ത് മർദ്ദനമേറ്റ് മരണപ്പെട്ടു. ഇൻസൈഡ് എ ബസ് ഒരു ബസ്സിനകത്ത് വെച്ച്. ഇൻ ദ നോർത്ത് വെസ്റ്റ് ഡൽഹീസ് ഭവാന ഏരിയ. ഈ ഭവാന ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ള ഡൽഹിയിലെ ഈ സ്ഥലത്താണ് സംഭവം. ഒരു ബസ്സിനകത്ത് വെച്ചാണ് ഈ പാചകക്കാരൻ മർദ്ദനമേറ്റ് മരണപ്പെട്ടത്. ഫോർ അലേജ്ഡ്ലി ആരോപിക്കപ്പെടുന്നത്. എന്താണ് ആരോപിക്കപ്പെടുന്നത്? പറയപ്പെടുന്നത് സ്പില്ലിംഗ് ഫുഡ് ഓൺ എ സീറ്റ് ഒരു സീറ്റിൽ ഭക്ഷണം വീണു. പോലീസ് സെഡ് ഓൺ സൺഡേ ഞായറാഴ്ച ദിവസം പോലീസ് പറഞ്ഞു. ഈ സീറ്റിൽ ഒരു ബസ്സിൻ്റെ സീറ്റിൽ ഭക്ഷണം വീണു. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നത്തെ തുടർന്നാണ് ഇദ്ദേഹം മർദ്ദനമേറ്റ് മരണപ്പെട്ടത്. ദ മാൻ പുരുഷൻ മനോജ് ആലിയാസ് ബാബു എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ പേര്. വാസ് ബീറ്റൺ അദ്ദേഹം ആക്രമിക്കപ്പെട്ടു. ബൈ 3 people 3 ആളുകളാൽ അദ്ദേഹം മർദ്ദിക്കപ്പെട്ടു. 3 ആളുകളാണ് അദ്ദേഹത്തെ മർദ്ദിച്ചത്. ദ ഡ്രൈവർ ഓഫ് ദ RTV ബസ് ഈ RTV ബസ്സിലെ ഡ്രൈവറും ആൻഡ് ഹിസ് 2 ഹെൽപ്പേഴ്സ് അദ്ദേഹത്തിൻ്റെ 2 സഹായികളും ഈ ബസ് ഡ്രൈവറുമാണ് അദ്ദേഹത്തെ ആക്രമിച്ചത്. വൺ ഓഫ് ഹും അവരിൽ ഒരാൾ. ഈ മൂന്ന് പേരിൽ ഒരാൾ. ഷൗഡ് തള്ളിക്കയറ്റി എൻ അയൺ റോഡ് ഒരു ഇരുമ്പ് ദണ്ട്. ഇൻ ഹിസ് പ്രൈവറ്റ് പാർട്ട് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ഭാഗത്തുകൂടെ ഒരു ഇരുമ്പ് ദണ്ട് അവരിൽ ഒരാൾ തള്ളിക്കയറ്റി. ദേ സെഡ് അവർ പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വെൻ മനോജ് ബിക്കെയിം അൺകോൺഷ്യസ് എന്നാൽ ബോധമില്ലാത്ത എന്നുള്ള അർത്ഥമാണ്. ബിക്കെയിം എന്നാൽ ആയിത്തീരുക. വെൻ എന്നാൽ ആ സമയത്ത്. വെൻ മനോജ് ബിക്കെയിം അൺകോൺഷ്യസ് മനോജിന് ബോധം നഷ്ടപ്പെട്ടപ്പോൾ. ദ 3 ഈ 3 ആളുകൾ ഈ മുമ്പ് പറഞ്ഞ ബസ് ഡ്രൈവറും അദ്ദേഹത്തിൻ്റെ 2 സഹായികളും ഡം എന്നാൽ ഉപേക്ഷിക്കുക എന്നുള്ള അർത്ഥമാണ്. ഡംഡ് ഉപേക്ഷിച്ചു അല്ലെങ്കിൽ വലിച്ചെറിഞ്ഞു, ഇതൊക്കെയാണ് അർത്ഥം. അദ്ദേഹത്തെ ഈ മനോജിനെ വലിച്ചെറിഞ്ഞു. അദ്ദേഹത്തിന് ബോധം നഷ്ടമായപ്പോൾ. നിയർ ഭവാന ഫ്ലൈ ഓവർ ആൻഡ് ഫ്ലഡ് എവിടെയാണ് അദ്ദേഹത്തെ വലിച്ചെറിഞ്ഞത്? നിയർ ഭവാന ഫ്ലൈ ഓവർ ഈ ഭവാന ഫ്ലൈ ഓവറിൻ്റെ അടുത്താണ്. മേൽപ്പാലം ഫ്ലൈ ഓവർ എന്നാൽ മേൽപ്പാലം, അതിന് അടുത്ത് അദ്ദേഹത്തെ ഉപേക്ഷിച്ചു. ആൻഡ് ഫ്ലഡ് എന്നിട്ട് രക്ഷപ്പെട്ടു. ഫ്ലീ എന്നാൽ രക്ഷപ്പെടുക, അതിൻ്റെ പാസ്റ്റാണ് ഫ്ലഡ്. രക്ഷപ്പെട്ടു. പോലീസ് പറഞ്ഞു. ദേ ഹാവ് അറസ്റ്റഡ് അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വൺ ഓഫ് ദി അസൈലൻസ് എന്നാൽ ക്രൂരന്മാർ എന്നാണ് അർത്ഥം. അക്രമികാരികളായിട്ടുള്ള ആളുകളിൽ ഒരാളെ. വൺ ഓഫ് ദി അസൈലൻസ് അക്രമകാരികളിൽ ഒരാളെ അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പോലീസ് പറഞ്ഞു. വൈൽ അതേസമയം 2 others മറ്റു 2 പേർ. ഇതിനർത്ഥം റിമെയിൻ അറ്റ് ലാർജ് എന്നതിനർത്ഥം ഒളിവിലാണ് എന്നുള്ള അർത്ഥമാണ്. ഈ ആളുകളെ അതേസമയം മറ്റുള്ള 2 പേരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. അവർ ഒളിവിലാണ്, അതാണ് അർത്ഥം. അവർ ഒളിവിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്, പിടികൂടാൻ സാധിച്ചിട്ടില്ല. വൈൽ 2 others റിമെയിൻ അറ്റ് ലാർജ്. മനോജ് ഈ മരണപ്പെട്ട മനോജ് എ നാറ്റീവ് ഓഫ് നരേല
എന്നു പേരുള്ള ഈ സ്ഥലത്തെ നിവാസിയാണ്. വർക്ക് ആസ് എ വെഡ്ഡിംഗ് കുക്ക്. അദ്ദേഹം ഒരു വെഡ്ഡിംഗ് കുക്കായിട്ട് അദ്ദേഹം ജോലി ചെയ്യുകയായിരുന്നു. അദ്ദേഹം ഈ നരേല സ്വദേശിയാണ്. വെഡ്ഡിങ് എന്നാൽ വിവാഹച്ചടങ്ങുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയായിട്ട് അദ്ദേഹം ജോലി ചെയ്യുകയായിരുന്നു. ഓൺ ദ നൈറ്റ് ഓഫ് February 1st, ഫെബ്രുവരി 1-ാം തീയതി, ഹി ആൻഡ് എ കൊളീഗ് എന്നാൽ അർത്ഥം സഹപ്രവർത്തകൻ എന്നുള്ള അർത്ഥം. അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തിയും അദ്ദേഹവും ഓഫീസ് ദിനേശ് എന്നാണ് പേര്. ഈ അദ്ദേഹത്തിൻ്റെ കൂടെ അറ്റൻഡഡ് എ വെഡ്ഡിങ് ഇൻ സുൽത്താൻപൂർ ദബാസ് എന്നു പേരുള്ള ഈ സ്ഥലത്ത് ഒരു വിവാഹ ചടങ്ങിൽ അവർ പങ്കെടുത്തു, ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി. ആഫ്റ്റർ wrap up എന്നുള്ള അർത്ഥം ഒരു കാര്യം പൂർത്തീകരിക്കുക എന്നുള്ള അർത്ഥമാണ്. ഇവിടെ അവരുടെ ജോലി പൂർത്തീകരിച്ചതിന് ശേഷം എന്നുള്ള അർത്ഥമാണ്. ആഫ്റ്റർ wrapping up work. ദ പാക്ഡ് അവർ പാക്ക് ചെയ്തു, പൊതിഞ്ഞു കെട്ടി. സം ലെഫ്റ്റ് ഓവർ എന്നാൽ അവശേഷം എന്നുള്ള അർത്ഥമാണ്. അവശേഷിക്കുന്ന ഭക്ഷണം, അതാണ് സം ലെഫ്റ്റ് ഓവർ ഫുഡ്. അവർ അവശേഷിക്കുന്ന കുറച്ച് ഭക്ഷണം പൊതിഞ്ഞു കെട്ടി. ആൻഡ് ബോർഡഡ് എ ബസ്, എന്നിട്ട് ഒരു ബസ്സിൽ കയറി. ബസ്സിൽ കയറുന്നതിന് ബോർഡഡ് എന്നാണ് പറയുക. അവർ ബസ്സിൽ കയറി. ഡ്യൂറിങ് ദ ജേർണി യാത്രയ്ക്കിടയിൽ. സം ഫുഡ് കുറച്ച് ഭക്ഷണം. ആക്സിഡൻ്റലി എന്നാൽ ആകസ്മികമായി എന്നുള്ള അർത്ഥമാണ്. അപ്രതീക്ഷിതമായി, അറിയാതെ, ഇതൊക്കെയാണ് അർത്ഥം. അറിയാതെ കുറച്ച് ഭക്ഷണം. സ്പിൽഡ് വീണു. ഓൺ ടു എ സീറ്റ് ഒരു സീറ്റിൽ വീണു, ബസ്സിൻ്റെ സീറ്റിൽ വീണു. എൻറേജിങ് എന്നാൽ പ്രകോപിതനാകുക എന്നുള്ള അർത്ഥം. കുപിതനാകുന്നു ദ ഡ്രൈവർ ആൻഡ് ഹിസ് അസോസിയേറ്റ്സ്. ബസ്സിൻ്റെ ഡ്രൈവറും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും എന്തായി? പ്രകോപിതരാകുന്നു. എ പോലീസ് ഓഫീസേഴ്സ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. എന്താണ്? അദ്ദേഹത്തിൻ്റെ ആ പൊതിഞ്ഞു കെട്ടിയിട്ടുള്ള ഭക്ഷണം അറിയാതെ സീറ്റിൽ വീണു. ഇതിനെ തുടർന്ന് ഈ ബസ് ഡ്രൈവറും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളും ദേഷ്യപ്പെട്ടു. വൈൽ അതേ സമയം ദിനേശ് വാസ് അലൗഡ്. ദിനേശ് എന്നു പേരുള്ള കൂടെ ഉള്ള വ്യക്തിയുടെ പേരാണ് ദിനേശ്. വാസ് അലൗഡ് അദ്ദേഹത്തെ അനുവദിച്ചു. ടു ഗെറ്റ് ഓഫ് അറ്റ് ഭവാന ചൗക്ക്. ഗെറ്റ് ഓഫ് എന്നാൽ ഇറങ്ങുക എന്നുള്ള അർത്ഥം. അദ്ദേഹത്തെ ഇറങ്ങാൻ അനുവദിച്ചു. ഈ കൂടെ ഉണ്ടായിരുന്ന ദിനേശ് അതേസമയം ഈ പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഇറങ്ങി. ദ 3 ഹെൽഡ് 3 പേർ ഹെൽഡ് പിടിച്ചു. മനോജ് ഹോസ്റ്റേജ് മനോജിനെ പിടിച്ചു വച്ചു. ആൻഡ് ഫോഴ്സ്ഡ് എന്നിട്ട് അദ്ദേഹത്തെ നിർബന്ധിച്ചു. ഫോഴ്സ്ഡ് ഹിം അദ്ദേഹത്തെ നിർബന്ധിച്ചു. ടു ക്ലീൻ ദ സീറ്റ് അദ്ദേഹത്തെ നിർബന്ധിച്ച് ക്ലീൻ ആ സീറ്റ് വൃത്തിയാക്കിച്ചു. വിത്ത് ഹിസ് ഷർട്ട് അദ്ദേഹത്തിൻ്റെ ഷർട്ട് കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ഷർട്ട് കൊണ്ട് നിർബന്ധിച്ച് അദ്ദേഹത്തെ ആ 3 പേർ ചേർന്ന് പിടിച്ചു വച്ച് സീറ്റ് വൃത്തിയാക്കിപ്പിച്ചു. ദ ഓഫീസർ സെഡ് പോലീസ് ഓഫീസർ പറഞ്ഞു. ദ ഡ്രൈവർ ആശിഷ് അലിയാസ് അഷു എന്നാണ് പേര്. ആൻഡ് ഹിസ് ഫ്രണ്ട്സ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും. ഈ ബസ് ഡ്രൈവറും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും. ഹേൾഡ് അബ്യൂസസ് എന്നാൽ അധിക്ഷേപിക്കുക എന്നുള്ള അർത്ഥം. ഹേൾഡ് അബ്യൂസസ് അദ്ദേഹത്തെ അധിക്ഷേപിച്ചു. അറ്റിം അദ്ദേഹത്തെ മോശപ്പെട്ട വാക്കുകൾ പറഞ്ഞ് അദ്ദേഹത്തെ അധിക്ഷേപിച്ചു. ആൻഡ് ബീറ്റിം അങ്ങനെ അദ്ദേഹത്തെ ആക്രമിച്ചു. അദ്ദേഹത്തെ അധിക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആക്രമിച്ചു. ആസ് ഹി ക്ലീൻഡ് ദ സീറ്റ് അദ്ദേഹം ആ സീറ്റ് വൃത്തിയാക്കുന്നതിനിടയിൽ ആ സമയത്ത് ആശിഷ് റാം എന്നാൽ അർത്ഥം കുത്തിക്കയറ്റുക എന്നാണ് അർത്ഥം. ആശിഷ് കുത്തിക്കയറ്റി എ റോഡ് ഒരു ദണ്ട് കുത്തിക്കയറ്റി. ഇൻ ഹിസ് പ്രൈവറ്റ് പാർട്സ് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ഭാഗങ്ങളിലൂടെ ഒരു ഇരുമ്പ് ദണ്ട് അദ്ദേഹം വൃത്തിയാക്കുന്നതിനിടയിൽ സീറ്റ് വൃത്തിയാക്കുന്നതിനിടയിൽ കുത്തിക്കയറ്റി. ദ ഓഫീസർ സെഡ് പോലീസ് ഓഫീസർ പറഞ്ഞു. ഓൺ ഫെബ്രുവരി 2-ാം തീയതി പോലീസിന് ലഭിച്ചു. എ PCR കോൾ പോലീസിനൊരു PCR കോൾ ലഭിച്ചു. എബൌട്ട് അതിനെപ്പറ്റി. ഫൗണ്ട് ലൈയിങ് അൺകോൺഷ്യസ് എ മാൻ ഫൗണ്ട് ലൈയിങ് അൺകോൺഷ്യസ് ഒരു പുരുഷനെ ബോധമില്ലാത്ത അവസ്ഥയിൽ കിടക്കുന്നതായിട്ട് കണ്ടെത്തിയെന്നുള്ള ഒരു PCR കോൾ പോലീസിന് ഫെബ്രുവരി 2-ാം തീയതി ലഭിച്ചു. ഇനിഷ്യലി എന്നാൽ ആരംഭത്തിൽ. ടീംസ് ബിലീവ്ഡ് ഈ സംഘം വിശ്വസിച്ചിരുന്നത് ദ ഡിസീസ്ഡ് വാസ് എ വേഗബോണ്ട് എന്നാൽ അർത്ഥം നാടോടി എന്നുള്ള അർത്ഥമാണ്. ഈ പോലീസ് സംഘം
വിശ്വസിച്ചിരുന്നത് എന്താണ്? ഈ മരിച്ചുപോയ വ്യക്തി ഒരു നാടോടിയാണ് എന്നാണ്. ഡിസീസ്ഡ് എന്നാൽ മരിച്ചുപോയ വ്യക്തി. ആസ് ദർ വേർ നോ വിസിബിൾ ഇഞ്ചുറീസ്. വിസിബിൾ എന്നാൽ കാണുന്ന എന്നുള്ള അർത്ഥം. പുറത്ത് കാണുന്ന. ഇഞ്ചുറീസ് എന്നാൽ പരിക്കുകൾ. പുറത്ത് കാണുന്ന പരിക്കുകൾ ഇല്ലായിരുന്നു. ആയത് കാരണം എന്താണ് ഈ ടീം വിശ്വസിച്ചിരുന്നത് ഇദ്ദേഹം ഒരു നാടോടിയാണ് എന്നാണ്. ഹവവർ എന്നാൽ ആഫ്റ്റർ എ ഡേ ഓഫ് എഫേർട്ട്, ഒരു ദിവസത്തെ പ്രയത്നത്തിന് ശേഷം ഹിസ് ഐഡൻറ്റിറ്റി വാസ് കൺഫേംഡ്, അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി, അദ്ദേഹം ആരാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞു. ത്രൂ ഹിസ് ബ്രദർ, അദ്ദേഹത്തിൻ്റെ സഹോദരനിലൂടെ, ഈ മരിച്ചുപോയ വ്യക്തിയുടെ ബ്രദറിലൂടെ ആരാണ് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടു. ജിതേന്ദ്ര ഹു ഹാഡ് റിപ്പോർട്ടഡ് ഹിം മിസ്സിങ്. ജിതേന്ദ്ര എന്നാണ് സഹോദരൻ്റെ പേര്. അദ്ദേഹം ഹാഡ് റിപ്പോർട്ടഡ് മിസ്സിങ്, അദ്ദേഹത്തെ മിസ്സ് ചെയ്തതായിട്ട്, അദ്ദേഹത്തെ കാണാനില്ല എന്ന് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിരുന്നു. അങ്ങനെ അതിലൂടെ ഇദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു, മരിച്ചുപോയ വ്യക്തിയെ. ഹി സെഡ്, അദ്ദേഹം പറഞ്ഞു, എ പോസ്റ്റ്മോർട്ടം ഓൺ ഫെബ്രുവരി 5, ഫെബ്രുവരി 5-ാം തീയതി ഒരു പോസ്റ്റ്മോർട്ടം റിവീൽഡ്, ആ പോസ്റ്റ്മോർട്ടം വെളിപ്പെടുത്തി, തെളിയിച്ചു. സിവിയർ ഇൻറ്റേർണൽ ഇഞ്ചുറീസ്, ഇൻറ്റേർണൽ എന്നാൽ അകത്തുള്ള, ഇഞ്ചുറീസ് എന്നാൽ പരിക്കുകൾ, സിവിയർ എന്നാൽ ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ ഉള്ളിലെ അവയവങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളതായിട്ട് ഈ ഫെബ്രുവരി 5-ാം തീയതി നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി. കൺഫേമിങ്, സ്ഥിരീകരിക്കുന്നു. ദ നേച്ചർ ഓഫ് ദ അറ്റാക്ക്, ആ ആക്രമിച്ച രീതി പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി, അതിൽ സ്ഥിരീകരിക്കാൻ സാധിച്ചു. ഡ്യൂറിങ് എ റൈഡ്, ഒരു റെയ്ഡിനിടയിൽ പോലീസ് അറസ്റ്റ് ചെയ്തു സുശാന്ത് ശർമ്മ ആലിയാസ് എന്ന പേരുള്ള ഒരു വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. എ നേറ്റീവ് ഓഫ് കരള വില്ലേജ് സ്വദേശിയാണ് ഇദ്ദേഹം. എ ഹണ്ട് ഈസ് ഓൺ ടു നേബ് ആശിഷ് ആൻഡ് ദ തേർഡ് പേഴ്സൺ. ഹണ്ട് എന്നാൽ വേട്ട എന്നുള്ള അർത്ഥം. എ ഹണ്ട് ഈസ് ഓൺ ടു നേബ്, ഈ ആശിഷ് ആൻഡ് ദ തേർഡ് പേഴ്സൺ, ആശിഷിനെയും മൂന്നാമത്തെ വ്യക്തിയെയും പിടികൂടാൻ വേണ്ടിയിട്ട് പോലീസ് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പോലീസ് വേട്ട നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.